എടാ ഗണേശ, അതൊക്കെ പിന്നെ ചെയ്യാം. നീ ആ കൊപ്ര വാരി ചാക്കിലാക്ക്. ഇന്ന് തന്നെ കൊടുക്കാനുള്ളതാ. ശരി. എടാ, ഇന്ന് കൃഷ്ണ ജയന്തിയുടെ ശോഭയാത്രയ്ക്ക് പോകാനുള്ളതാ. അതുകൊണ്ട് കൊപ്ര നേരത്തെ കൊടുക്കണം. നീ ഇങ്ങനെ നിലം കുഴിച്ച് നടന്നാലേ ഇന്ന് തീരുവോ? ഇപ്പൊ തീർക്കാം. തീർത്ത് തന്നാ മതി. തങ്കമണി, കട്ടനിങ് എടുത്തോ. അത് മൊത്തം മണ്ണാക്കിയല്ലേ. ഇപ്പൊ ശരിയാക്കും നീ പറഞ്ഞപ്പോ ഇങ്ങനെ ശരിയാക്കും ഞാൻ വിചാരിച്ചില്ല. വേഗം ഇതെല്ലാം പെറുക്കി എടുത്തു വെച്ചോ, ഇല്ലെങ്കിൽ ഇന്നത്തെ കൂലി നിന്റെ സ്വാഹ. ഒന്നും തരില്ലടാ. എന്നെങ്കിലും അവനൊന്ന് കൂലി വാങ്ങെങ്കിലും നല്ലൊരാളെ കണി കാണിക്കണേ. ശരിയാ, ഇപ്പൊ തുളസി ചേച്ചിയെ കണ്ടാ ശരിക്കും രാധെ പോലെ തന്നെ ഉണ്ട്. ചേച്ചിക്ക് കൃഷ്ണനായി നറുക്ക് വീഴുന്ന ആള് ഭാഗ്യവാനാ. എനിക്ക് ഉറപ്പാ, നാർക്കിടുമ്പോ ഗിരീട്ടന്റെ കൂടെ ഞാൻ തന്നെ ആകും രാധ. ദേ, നമ്മുടെ ഈ ഡ്രസ്സിന്റെ കളർ പോലെ തന്നെ നല്ല ചേർച്ചയാവും. എനിക്ക് ശുക്രനാ, വച്ചടി കേറ്റവാ. എനിക്ക് കണ്ടാ ശനി കൊണ്ടേ പോവുള്ളൂ. പോ അവിടുന്ന്. മുതലാളി, നറുക്കിട്ടപ്പോൾ മുതലാളിക്ക് രാധ തുളസി തന്നെ. മുതലാളി, നമ്മുടെ പ്ലാൻ ഏറ്റു. കണ്ണന്റെ പ്ലാൻ പൊട്ടി. തുളസിക്ക് കൃഷ്ണനാവാൻ നിന്റെ പേരിട്ട് വെച്ചിരുന്ന നറുക്ക് എങ്ങനെ ഗിരിക്ക് വിടാനാടാ? അതുറപ്പല്ലേ, അതാ ഗിരിരാജന്റെ പണിയാ. അവനുള്ള പണി ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടി നല്ല കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഇപ്പൊ രാധയായ കുട്ടി, എന്നോട് ഇഷ്ടം കൂടാമോ കുട്ടി? എന്തിനാ മോളെ നീ കരയണേ? ഇവക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കൃഷ്ണനായി കിട്ടിയില്ലെന്ന് അതിന്റെ സങ്കടത്തിൽ കുളത്തിച്ചാടാൻ പോയതാ. കണ്ടത് ഭാഗ്യമായി. ഇതിനെന്തിനാ ഇത്ര കരയാനുള്ളത്? ആരെ കിട്ടിയത്? ഞാനാ. കോക്കാനും മരപ്പട്ടി കൂട്ടും. ഇവൻ കഴിഞ്ഞ മതി കങ്കാരു വരുന്ന. ഞാൻ രക്ഷപ്പെട്ടു. മുതലാളി, എന്താടാ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നന്നായിട്ടുണ്ട്. എടാ, ഇവനെ പിടിച്ചാ പാടത്തോളൂ. പ്രാർത്ഥിക്കാനുള്ളല്ല, ഇന്ന് എനിക്ക് കൃഷ്ണവേഷം ചെയ്യാനുള്ളതാ. ആണോ? എന്നാ പുഴയിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വരാം. വിളിക്കണം. എന്റെ മുതലാളി ഇങ്ങോട്ട് പോരട്ടെ. കെട്ടിക്കൊണ്ടുവരുന്ന പെങ്കൊച്ച് കരിമ്പനയിലെ ജയന്റെ പുറം കണ്ട് സീമച്ചിച്ചിയുടെ കണ്ണ് തള്ളിയതുപോലെ അങ്ങോട്ട് കണ്ണ് തള്ളണം. തടവിക്കോ, പക്ഷെ അധികം തള്ളല്ലേ. മുതലാളിയായി ഇതങ്ങോട്ട് വെച്ചേ. എന്താ എങ്ങനുണ്ട്? ഞാൻ ഉണ്ടാക്കിയതാ. വെയില് കൊള്ളരുത്. എന്റെ മുതലാളി കറക്കാനേ പാടില്ല. അഥവാ കറക്കുവാണെങ്കിൽ മുതലാളിക്ക് വേണ്ടി ഞാൻ കറക്കും. അടുത്തതല്ല, രണ്ടുപേരും കൂടി തള്ളി തള്ളി എന്റെ മുതലാളിയെ വെള്ളത്തിടല്ലേ പ്രശ്നമാവേ. അതെന്താടാ പറഞ്ഞ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ വെള്ളത്തിലിറങ്ങിയ മുതലാളിയെ മുതല പിടിക്കൂ? മുതലല്ലടാ, ചുഴലി പിടിക്കും, ചുഴലി. നിങ്ങൾ 3 തള്ളുകാരുള്ളപ്പോ ഞാൻ എന്തിനാടാ വെള്ളത്തിലിറങ്ങാൻ പേടിക്കുന്നത്? അതെന്താ മുതലാളി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ 3 തള്ളുകാരോടെ നല്ല തള്ളി കയറ്റുമല്ലോ. മുതലാളി, പണ്ടൊക്കെ ഇതിന് നീരാട്ടം എന്ന് പറയും. ഇപ്പൊ എല്ലാരും ഇതിന് കുളിസീന്നാ പറയുന്നത്. നമുക്ക് പണി എന്നിട്ടേ അവൻ നീരാടാൻ വന്നേക്ക്. ഈ കഴിഞ്ഞ ശിവരാത്രിക്ക് നിന്ന് ഈ പാറല്ലേ കെട്ടിട്ടടിച്ചത്? ഇതവന്റെ ഒടുക്കത്തെ നീരാട്ടം. ശരിക്കും ഒന്ന് തേച്ച് കുളിക്കും മുതലാളി. കുറച്ചു കഴിയുമ്പോ ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടി തുളസി എന്ന രാധയുമായി തകർത്താടാനുള്ളതല്ലേ കൊച്ചു കൃഷ്ണ. അതൊരു കൃഷ്ണൻ ശരിയായി കൊടുക്കാം. ഇതൊക്കെ മാത്രല്ല, വേറെയും ചില പണിയുണ്ട്. ഇത് കുറച്ച് ഓട്ടാണല്ലോടാ. ഇത് ഏത് വേട്ടവളിന്റെ? പളനിയുടെയോ? അവന്റെ ആയിരിക്കില്ല, വല്ല സുധിയുടെ ആയിരിക്കും. എപ്പോഴെങ്കിലും എടുത്ത് മോൻ തുടച്ചപ്പോഴേ പല്ലുകൊണ്ട് ഓട്ട വീണതായിരിക്കും. ചെട്ടിക്ക് ജീവനിലേക്ക് ഭാഗ്യം. എനിക്ക് മഹാരാഷ്ട്രത്തിൽ കേസ് മുതലാ കേറുവാ. നീയൊക്കെ എന്തോരം കുളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആയ കാലത്ത് ഞാനൊക്കെ എന്തോരം കൃഷ്ണനായിട്ടുണ്ടെന്നോ. ഇപ്പൊ ഇത്തിരി വലിയ വെള്ളം നടക്കില്ലല്ലേ? അതെ, മഞ്ജുള എന്താ രാധയാവുന്നില്ലേ? എന്റെ ഗിരിയേട്ടൻ കൃഷ്ണാവെങ്കിൽ മാത്രമേ ഞാൻ രാധ ആവുള്ളൂ. എനിക്ക് നാർക്ക് കിട്ടിയത് ആ പളനിയാ. അവന്റെ കൂടെ നമ്മൾ രാധ ആവുന്നതിലും ഭേദം കെട്ടി തൂങ്ങി ചാവുന്നയാ. ഇപ്പൊ മുതലാളി കണ്ട ജർമ്മനിയിലെ സായിപ്പിനെ പോലെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുതലാളി, ഇന്നത്തെ ശോഭയാത്രയിൽ മുതലാളിക്ക് രാധയായിട്ട് വരുന്നത് തുളസി ആയതുകൊണ്ട് ഇരിക്കട്ടെ എന്ന്. എടാ, ശ്രീകൃഷ്ണൻ മയിൽപ്പീലിയും കിരീടം അല്ലേ, അല്ലാതെ ഇതാണോ? മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ തൊപ്പിക്കടയിൽ മയിൽപ്പീലി കുത്തി ഒരു കാവടി പോലെയാക്കും. മയിൽപ്പീലി കുത്തിയ തൊപ്പി വെച്ച മുതലാളിയെ കാണാൻ നല്ല ചേലായിരിക്കും. ഇത് കൊള്ളൂല. കുറെ കാലത്തിന് ശേഷം കുളിച്ചോണ്ടായിരിക്കും നല്ല ക്ഷീണം.
നിനക്ക് ചൂടോ പോച്ചല്ലോ തോന്നുന്നുണ്ടോ? മുതലാളി കുളിച്ചു കഴിഞ്ഞപ്പോ എന്തോ ഒരു പുകച്ചൊരു പോലെ. അത് നിനക്ക് പതിവില്ലാത്തോണ്ടാ? ഒരു വല്ലായ്ക തോന്നല്ലേ? കണ്ണാ തുളസി എടുത്തോ. ആ വാ ഗിരിയേട്ടാ, പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാം. മാറണം. ഗിരിയേട്ടാ, ഇരിക്ക് ഗിരിയേട്ടാ. ആ ഷർട്ട് ഒരു ഗിരിയേട്ടാ, ഡ്രസ് ഇടാ. ഒന്ന് പോയടോ. എന്നേക്കടാ എന്നെ സാറേ, അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. വാ നടക്ക്. എനിക്കൊന്നും അറിയത്തില്ല സാറേ. നിന്റെ കോഴി വണ്ടിയിൽ സ്പിരിറ്റ് കടത്തിയത് നീ അറിഞ്ഞായിരുന്നു. അതെന്തെങ്കിലും ഞങ്ങൾ അറിയുമെന്ന് നിനക്കറിയില്ലായിരുന്നു. നടക്കണം. ചങ്കേ, ഈ മൈപ്പിയിൽ എടുത്തോ. കൃഷ്ണജയന്തിക്ക് വാങ്ങിയതിന് ബാക്കിയുള്ളതാ. ദേ, പിന്നെ നമ്മുടെ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. ദേ കണ്ണേട്ടൻ തുളസി ചേച്ചി. കണ്ണേട്ടാ, കൃഷ്ണജയന്തിക്ക് എടുത്ത് നമ്മുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് തുളസി? നന്നായിട്ടുണ്ട്. ചോദിക്കാനുണ്ടോ കണ്ണേട്ടാ? ശരിക്കും കൃഷ്ണൻ രാധെ പോലെ തന്നെയുണ്ട് അല്ലേടാ ചങ്കേ? അതെ, ഞങ്ങൾ കല്യാണം കഴിക്കും. പക്ഷെ വലുതാവുമ്പോ നിങ്ങളും ഞങ്ങളെ പോലെ കല്യാണം കഴിക്കണം. അതാ ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയല്ലേ തുളസി? കളിയാക്കല്ലേ കണ്ണേട്ടാ? വാടാ ചങ്കേ. വേണമെങ്കിലേ ചങ്കിന്റെ ആഗ്രഹം പോലെ നമ്മുടെ കല്യാണത്തിന് തുളസിയുടെ വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിലോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. വീട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാ കുറച്ചു കാലായി തുളസിയുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. തുളസിയുടെ അച്ഛനും അമ്മയ്ക്ക് എവിടെയാ? കണ്ണേട്ടാ, തുളസി ചേച്ചി എന്തിനാ കരഞ്ഞോണ്ട് പോയത്? തുളസിയുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ചോദിച്ചാ. കണ്ണേട്ടാ, ഞങ്ങൾ തുളസി ചേച്ചിയെ കണ്ടുവരാവേ. കണ്ടു. നിക്ക്, ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇതിന്റെ ഉപദേശിക്കാണെന്ന് കരുതരുത് മോനെ. ഇനി തുളസിക്കൊപ്പം നീ നടക്കരുത്. പിണങ്ങിയിരിക്കാതെ വാ. പിണങ്ങിയതല്ല. കുറച്ചു മുമ്പ് നിങ്ങൾ സംസാരിക്കുന്നതും അവൾ കരഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അതുകൊണ്ട് പറയാ, ഇനി അവളെ കരയിക്കരുത്. എന്റെ മോൾക്ക് വിഷമം വരുന്ന ഒന്നും നിന്നിൽ നിന്നുണ്ടാകരുത്. അങ്ങനെ വന്നാൽ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം.